എനിക്കറിയാം തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് താൻ എൻ്റെ ലൈഫിൽ വന്നാൽ താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നെ സ്നേഹിച്ചവരൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. താനും കൂടി എൻ്റെ ലൈഫിലോട്ട് വന്ന് തന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നിനക്കതാ പറ്റിയേ? വന്ന് കേറി മുതലാ ശ്രദ്ധിക്കുവാണല്ലോ. എനിക്കൊന്നുമില്ലടി. നീ വെറുതെ കള്ളം പറയൊന്നും വേണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താടി കാര്യം പറ. എനിക്കൊന്നുമില്ലടി. നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. കുറച്ചു ദിവസമായിട്ട് ഞാനും കരുതിയത് എല്ലാം എന്റെ തോന്നലെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഒന്നും എന്റെ തോന്നലല്ല. കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നീ പണ്ടത്തെ പോലെയല്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ നിനക്കുണ്ട്. എന്തോ നീ എന്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ മറക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലടി, അങ്ങനൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. എടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്നോട് പറ. നമുക്ക് എന്താന്ന് വെച്ചാ സോൾവ് ചെയ്യാന്നേ. അല്ലാതെ എല്ലാ കാര്യങ്ങളും നീ എന്തിനാ വെറുതെ മനസ്സിൽ വെച്ച് നിൽക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കതെല്ലാം എന്നോട് പറഞ്ഞൂടെ? ഡി, അത് പിന്നെ നീ ഒന്ന് പുറത്തോട്ട് വരാവോ? ഇവിടുന്ന് ആ കാര്യം പറഞ്ഞാ ശരിയാകത്തില്ല, അതുകൊണ്ടാ. അതിനെന്താ, വാ പോവാലോ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. എന്തായാലും എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതിന് ഇവർ രണ്ടുപേരും ഫോളോ ചെയ്യേണ്ടി വരും. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? അത് പിന്നെ ലിയ, നീ കരയുവാണോ? എന്താണ് നിനക്ക് പറ്റിയേ? ഇവളെന്തിനാ ഇങ്ങനെ വാവിട്ട് കരയുന്നേ? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. എന്തായാലും അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്ക് അലക്സിനെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് അവനില്ലാതെ പറ്റില്ല. എനിക്ക് അവനെ വേണം. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. എടി, നീ എന്തിനാ അതിനിങ്ങനെ കരയുന്നേ? നിനക്ക് അവൻ ഇഷ്ടമാണ്. നീ അത് അവനോട് തുറന്ന് പറ. ഞാൻ പറഞ്ഞടി, ഇന്നലെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോ എന്റെ മനസ്സിലെ എല്ലാ കാര്യം ഞാൻ അവനോട് തുറന്ന് പറഞ്ഞു. ബട്ട് അവനെന്നോട് ഇഷ്ടമല്ലടി. എന്ത്? അവനെ നിന്നെ ഇഷ്ടമല്ലാന്നോ? അവനങ്ങനെ പറഞ്ഞോ? ഇല്ല, അവൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ബട്ട് അവന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവനൊരു അൺലക്കി പേഴ്സണാ. ഞാനും കൂടി അവന്റെ ലൈഫിലോട്ട് വന്ന ഞാനൊട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞ്. ബട്ട് ഇതിൻ്റെയൊക്കെ മീനിങ് അവനെ ഇഷ്ടമല്ലെന്ന് തന്നെയല്ലേ? എടി, അങ്ങനല്ലേ പറഞ്ഞത്, അല്ലാതെ അവന് നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ടടി, നീ എന്നെ എത്ര സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ല. ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ സ്വാഭാവിക. പക്ഷെ അയാളെടുത്തുനിന്ന് ആ ഇഷ്ടം വലിച്ചു പറിച്ച് മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇല്ലടി, അങ്ങനൊന്നുമില്ല. എനിക്കുറപ്പാ നിനക്ക് അവൻ എത്രമാത്രം ഇഷ്ടമാണോ അതിനപ്പുറം അവന് നിന്നെ ഇഷ്ടാ. പക്ഷെ അത് പറയാൻ ചിലപ്പോ അവന് കുറച്ച് ടൈം വേണ്ടി വരും. നീ അവന് കുറച്ച് ടൈം കൊടുക്ക്. ഇല്ലടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അവനെന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എന്താന്നറിയില്ല. പക്ഷെ അവന്റെ ലൈഫിലൂടെ ഞാൻ വരുന്നത് അവനൊട്ടും ഇഷ്ടമല്ല. അവന്റെ ലൈഫിൽ ഞാൻ പോയാൽ അവനൊട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. അതാ അതിന്റെ റീസൺ. ബട്ട് അവനത് നേരെ തിരിച്ച് അവന്റെ ലൈഫിലൂടെ ഞാൻ വന്നാൽ ഞാനൊട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല എന്നാക്കി. ബട്ട് എനിക്കറിയാം അവനെന്നെ ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ പ്രശ്നം. ഇതിന്റെ ഇടയിൽ നീ അലക്സിനെ പ്രപ്പോസും ചെയ്തല്ലേടി. എന്തായാലും അവനെ റിജക്ട് ചെയ്തല്ലോ. മതി, സന്തോഷമായി എനിക്ക്. കരയുന്നത് കണ്ടില്ലേ, പാവം. ഇവളിങ്ങനെ കരയുന്നത് കാണുമ്പോ എനിക്കെന്ത് സന്തോഷാന്നറിയോ? ഡി, നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അങ്ങനെയൊന്നല്ല.
ചിലപ്പോ അവന്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം കാണും. നീ നീ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ചിലപ്പോ നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്, അവൻ തന്നെ എന്തായാലും നിന്നോട് ഇഷ്ടമെന്ന് പറയും. എനിക്ക് ഉറപ്പാ. ഇല്ലടി, ഇല്ല, ഞാനെല്ലാം നിർത്തുവാ. അവന്റെ ലൈഫിലോട്ട് ഇനി ഞാൻ പോകുന്നില്ല. വെറുതെ എന്തിനാ അവന്റെ ലൈഫും കൂടി ഇല്ലാതാക്കുന്നത്? മതി, ഞാനിത് ഇവിടെ കൊണ്ട് നിർത്തുക. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഒരു ദിവസം കൊണ്ട് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ദിവസം തന്നെ അത് ഇഷ്ടമല്ലാന്ന് പറയുന്നു. എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തൂടെ? എന്തിനാ നീ ഇത്ര തിരക്ക് കാണിക്കുന്നേ? എടി, നീ എന്തിനാ വെറുതെ എന്നെ നിർബന്ധിക്കുന്നേ? മതി, ഇതോടെല്ലാം നിർത്താം, അതാ എനിക്ക് നല്ലത്. ബട്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അവനോടുള്ള ഇഷ്ടം എനിക്കൊട്ടും കുറയാൻ പോകുന്നില്ല. പക്ഷെ ഞാനിനി അവനെ ഡിസ്റ്റർബ് ചെയ്യാനും പോവില്ല. യെസ്, അത് തന്നെയാ എനിക്ക് വേണ്ടതും നിനക്ക് നല്ലതും. നീ ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ. കുറച്ചുകൂടി ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ. ലിയ, ദേടി അലക്സ് വരുന്നുണ്ട്. ചെന്ന് സംസാരിക്ക്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു തീരുമാനം എടുക്ക്. ഏയ്, നീ ഇതെങ്ങോട്ടാ? എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. വാ, ഞാനും കൂടി വരാം. ഏയ്, നീ ഇവിടെ നിൽക്ക്. നീ അവരോട് സംസാരിച്ച് പതിയെ വന്നാ മതി. ഞാൻ ക്ലാസ്സിലുണ്ടാവും, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡി, അത് പിന്നെ നിക്ക്, ഞാനും കൂടി വരാം. പിന്നെ കാണാടി, എനിക്ക് റെക്കോർഡ് ചെയ്താനുണ്ട്. ബായ്. തനിക്ക് എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിപ്പോ ആരോടും സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. തനിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്കാരുടെ ഒരു ദേഷ്യമില്ല. പിന്നെന്താ, ഞാൻ സംസാരിക്കാൻ വന്നപ്പോ താൻ ക്ലാരയുടെ കൂടെ പോവാൻ നോക്കിയേ? അത് പിന്നെ എനിക്ക് റെക്കോർഡ് വെക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്നാ പിന്നെ താൻ എന്റെ കൂടെ ആ ബാസ്കറ്റ് ബോളിന്റെ സെക്ഷൻ വരെ ഒന്ന് വരുമോ? നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ല അലക്സ്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് നിന്നാ മാത്രം മതി. ലിയ പ്ലീസ്, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലേ? പിന്നെന്തിനാ ഈ അലക്സ് ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഓക്കെ, വാ. ഇവര് രണ്ടുപേരും എന്താ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവര് രണ്ടുപേരും കൂടി എനിക്ക് എന്താണ് ഫോളോ ചെയ്യേണ്ടി വരും. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടേക്ക് നോക്കിന്നറിയോ? നീ ഒന്നിങ്ങ് വന്നേ. നമ്മുടെ സ്കൂളില് പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ സീനിയറാന്നാ തോന്നുന്നേ. പുതിയ സീനിയറോ? ഇപ്പയോ? ആടി, പുള്ളി ഒടുക്കത്തെ ലുക്ക. ആരായാലും ഒന്ന് നോക്കി നിന്ന് പോവും. വാ, നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇപ്പൊ ഇവളുടെ കൂടെ പോയാ ലീയും അലക്സും തമ്മിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇവള് പറയുന്ന കേൾക്കുമ്പോ ആ പയ്യനെ കാണാനും തോന്നുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? വരുന്നുണ്ടെങ്കിൽ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോട്ടോ. ആടി, നീ പോയിക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ കണ്ടോളാം. ഇവളെന്നാണ് ഈ പറയുന്നേ? സാധാരണ ഏതെങ്കിലും ഒരു പയ്യന്മാരുടെ കാര്യം പറയുമ്പോ ചാടി വീഴുന്ന ഇവളാണല്ലോ. ഇപ്പൊ എന്ത് പറ്റിയാവോ? ലേറ്റായി. ഇപ്പൊ അവര് സംസാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വേഗം പോട്ടെ. ലിയ, സത്യം പറ, തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് തനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നേ? താൻ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓ, ഇപ്പൊ ഞാൻ പറയുന്നതായോ കള്ളം? നീ പറയുന്നതൊക്കെ പിന്നെ സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ, അല്ലേ? എന്താ ഞാൻ എന്താ തന്നോട് കള്ളം പറഞ്ഞേ? ഒന്നുമില്ല, നീ ഒന്നും കള്ളം പറയാറില്ല. ഞാൻ തന്നെയാ എപ്പോഴും കള്ളം പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും താൻ വിട്ടിട്ടില്ല അല്ലെ? അതൊക്കെ കള്ളമാണാ തന്റെ വിചാരം. താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്റെ ലൈഫിലുള്ള പ്രോബ്ലംസ് അത് ആർക്കും മനസ്സിലാവില്ല. തന്നോട് എനിക്ക് എല്ലാം പറയണമെന്നുണ്ട്. ബട്ട് എനിക്ക് പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇപ്പോ. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത. താനൊന്നെ മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലായി അലക്സ്. ചിലപ്പോ നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും.
അതുമല്ലെങ്കിൽ നീ ചിലപ്പോ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കള്ളം പറയുന്നതായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതൊക്കെ വിട്ടു. നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നും കഴിച്ചില്ലേ? ഇല്ല, കഴിച്ചിട്ടില്ല. എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കാതിരുന്നാല് ആകെ വയ്യാണ്ടാവും. വാ, തനിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരാം. എനിക്കൊന്നും വേണ്ട. നീ എന്തിനാ എന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. എന്താ ലിയ താൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിപ്പോ എന്താ തന്നോട് പറയാ? നീ ഒന്നും പറയണ്ട അലക്സ്. നീ എന്നോട് കഴിച്ചോന്നെങ്കിലും ചോദിച്ചല്ലോ, അത് മതി. എന്നാ ശരി, ഞാൻ പോട്ടെ. ലിയ മാറി നിക്ക്. എന്താ ഇത്? താൻ കരയുവാണോ? കരയാനോ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. ശരി. സന്തോഷായി രാമൻകുട്ടി, സന്തോഷായി, ഒത്തിരി സന്തോഷായി. 2 എണ്ണം അടിച്ച് പിരിഞ്ഞല്ലോ. അതേതായാലും നന്നായി അലക്സ്, നന്നായി. ഐ ആം പ്രൗഡ് ഓഫ് യു. നിന്റെ ലൈഫിൽ നിന്ന് നീ അവളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടും ഒരു നല്ല ഡിസിഷൻ തന്നെയാ. അവളെ നിനക്ക് ഒട്ടും ചേരത്തില്ല. നിനക്ക് ചെയ്തത് ഈ സാൻഡ്ര മാത്രം. അവളെ ഫേസ് കണ്ട എനിക്ക് മനസ്സിലാവും ഞാൻ കാരണം അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ എന്റെ പ്രോബ്ലംസ് ഒക്കെ അവളോട് പറഞ്ഞാൽ അവൾ എന്റെ ലൈഫിലോട്ട് വന്നാൽ അവൾ ഇതിന്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും, ഇതിന്റെ അപ്പുറം സങ്കടപ്പെടേണ്ടി വരും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴുള്ള അവളെ സങ്കടം കാണുമ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യുന്നത് കാണുമ്പോഴും അതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് ആരും ഒരു ഗുഡ് ഡിസിഷൻ പറഞ്ഞു തരിക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താ ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചു. പിന്നെ താ റെക്കോർഡൊക്കെ വെച്ചായിരുന്നോ? വെച്ചു. തനിക്കെന്നോടൊന്നും പറയാനില്ലേ? ഇല്ല, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. താൻ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണോ? പ്ലീസ് അലക്സ്, എന്നെ ഒറ്റയ്ക്ക് വിടുവോ? എനിക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു, പ്ലീസ്. ശരി, ഞാൻ പൊക്കോളാം. സോറി അലക്സ്, ഞാൻ നിന്നെ ഒരിക്കലും അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ബട്ട് എനിക്കിപ്പോ നിന്നെ അവോയ്ഡ് ചെയ്തേ പറ്റൂ. അതാ ഞാൻ മാക്സിമം നിന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്. അങ്ങനെയെങ്കിലും നിന്റെ കുറച്ച് മെമ്മറീസ് എന്റെ മൈൻഡിൽ നിന്ന് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല അലക്സ്. എടാ, നിനക്കെന്താ പറ്റിയേ? നീ എന്താ ആകെ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. എന്താടാ, നീ വീണ്ടും ആരെങ്കിലും അടി ഉണ്ടാക്കിയോ? അതൊന്നല്ലടാ. പിന്നെന്താ പ്രശ്നം? ലിയയോ പ്രശ്നം? ലിയയോ? അവക്കെന്തു പറ്റി? അവക്കെന്താ പ്രശ്നം? എടാ, അത് പിന്നെ എടാ, ഇതൊക്കെ സത്യാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? ആടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. ഇന്നലെ ലിയ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനെന്ത് പറയാനാടാ, നിനക്കറിയാലോ എന്റെ ലൈഫിലെ പ്രോബ്ലംസും സ്ട്രഗിൾസും ഒക്കെ. അതൊക്കെ വെറുതെ അവളെയും കൂടി അറിയിച്ചിട്ട് എന്തിനാ? ആടാ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ അവള് നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ? ആടാ, പറഞ്ഞു. എന്റെ ലൈഫില് കുറെ പ്രോബ്ലംസ് ഉണ്ടെന്നും എന്റെ ലൈഫിലോട്ട് അവള് വന്നാ അവളൊട്ട് ഹാപ്പി ആയിട്ടിരിക്കില്ല, പിന്നെ അവള് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവളെന്താ പറഞ്ഞേ? അവള് ഒരുപാട് കരഞ്ഞടാ. ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണ് എന്റെ മുമ്പിന്ന് ഇങ്ങനെ കരയുന്നത് കാണുന്നേ. അവള് ഒരുപാട് കരഞ്ഞു, പൊട്ടി കരഞ്ഞു. എന്നെ ഒരുപാട് അവൾക്ക് ഇഷ്ടമാന്നു. ഇങ്ങനെയൊന്നും അവളോട് പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനെന്ത് ചെയ്യാനടാ? നിനക്ക് അറിയാവുന്നതല്ലേ എന്നെ. എടാ, നീ ഇതെന്ത് പണിയായി കാണിച്ചേ? നീ എന്തിനാ നിനക്ക് കുറെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അവളോട് പറയാൻ പോയേ? പിന്നെ ഞാനെന്താടാ പറയണ്ടേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ?
അത് പിന്നെ നീ പറഞ്ഞോ. നീ എന്തിനാ എന്നോട് പറയാൻ പഠിക്കുന്നേ? ആടാ, എനിക്കും അവളെ ഭയങ്കര ഇഷ്ടാ. അവളെ ഫസ്റ്റ് ടൈം കണ്ടത് മുതൽ എനിക്കൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ആ ഇഷ്ടം കൂടിക്കൂടി ഇപ്പൊ അവളെ എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറ്റിയ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലടാ. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എടാ, നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പെണ്ണിന്റെ ഫീലിങ്സ് വെച്ച് നമ്മൾ കളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഏതൊരാളുടെയും ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലടാ. അതുകൊണ്ട് നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറ. എടാ, അത് പിന്നെ ഒരു പിന്നെയില്ല. വരുന്നതൊക്കെ നമുക്ക് വരുന്നത് വെച്ച് കാണാം. നിന്റെ കൂടെ എന്തിനും ഏതിനും ഈ ഞാനുണ്ടാവും കൂടെ. പിന്നെ അവളൊരു പാവല്ലടാ. ആ പാവത്തിനെ വെറുതെ എന്തിനിങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? അതേടാ, വരുന്നതൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ആരൊക്കെ എന്തു പറഞ്ഞാലും എനിക്ക് എന്ത് സംഭവിച്ചാലും അവക്കൊന്നും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എനിക്കെന്തോ ദൈവം അവളെ നിനക്കായിട്ട് വിധിച്ച പെണ്ണാന്നാ തോന്നുന്നേ. ഒരു ചിരി കണ്ടാൽ അത് മതി. ഒന്ന് പോയടാ, പോയാദ്യം ആ പാട്ടിന്റെ ലിറിക്സ് പഠിച്ചിട്ടോ. ഐശ്വരി, എനിക്കെന്തോ ദൈവം അവളെ നിനക്കായിട്ട് വിധിച്ച പെണ്ണാന്നാ തോന്നുന്നേ.